പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം ആരാകുന്നു, എന്തെല്ലാം ആകുന്നു എന്നുള്ളതിൻ്റെ രണ്ടാം ഭാഗമാണ്. പ്രത്യേകിച്ച് ഈ ചോദ്യം, ദൈവം ആരാകുന്നു എന്നുള്ള ചോദ്യം, ജിജ്ഞാസയുള്ള മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് കടന്നു വരാറുണ്ട്. മനുഷ്യർക്ക് ഉള്ള ഒരു പ്രത്യേകതയാണ് ജിജ്ഞാസ എന്നുള്ളത്. അറിയുവാനുള്ള ആഗ്രഹം, എന്തിനെക്കുറിച്ചെങ്കിലും അറിയുവാനുള്ള വലിയ ആഗ്രഹം മനുഷ്യന്റെ ഹൃദയത്തിൽ ദൈവം വെച്ചിരിക്കുന്നതാണ്. നമുക്കറിയാം, ദൈവത്തെ ഗ്രഹിക്കുവാൻ വിശുദ്ധ ബൈബിളിലൂടെ എന്തെല്ലാം ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ടോ അതിനെക്കുറിച്ചൊരു പഠനം നടത്തുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം. അപ്പോൾ ദൈവം എന്നുള്ള ആ സത്യം, ദൈവം ആരാണ്, ബൈബിൾ പ്രകാരം ചിന്തിക്കുന്ന പലരും പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറയുന്നത്. ദൈവം യഹോവ മാത്രമാണ് ദൈവം, 3 ദൈവങ്ങളുണ്ട്, 3 ആളത്വങ്ങളുണ്ട്, യേശുക്രിസ്തു മാത്രമാണ് ദൈവം. ഇങ്ങനെ പലവിധ പഠനങ്ങളും പഠിപ്പിക്കൽ ക്രൈസ്തവ സമൂഹത്തിലുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന നിലയിൽ ചിന്തിക്കുവാൻ കർത്താവിൽ ആഗ്രഹിച്ച് ഇപ്രകാരം ഈ പ്രോഗ്രാം ഞങ്ങൾ നടത്തുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ JCNDSD എന്ന ഗ്രൂപ്പിലൂടെ ദൈവദാസന്മാർ പലപ്പോഴും ഈ വിഷയത്തെ ആസ്പദമാക്കി വ്യക്തമായി സംസാരിച്ചിട്ടുണ്ടെങ്കിലും തുടർച്ചയായിട്ടുള്ള ഒരു പഠനത്തിന് ഒരുങ്ങുകയാണ്. അത് ആഴ്ചയിൽ 1-2 വട്ടം ഈ ക്ലാസ് എടുക്കുന്നു. ഇത് പൂർത്തീകരിക്കുന്ന അവസരങ്ങളിൽ നമുക്കറിയാം, ദൈവത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന പരമസത്യം നമുക്ക് ഗ്രഹിക്കാനായിട്ടും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഇടയായിത്തീരും. നമുക്കറിയാം, പ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ, അവർ ദൈവത്തെ തപ്പി നോക്കി, കണ്ടെത്തുമോ എന്ന് വിചാരിച്ചു, അവനെ അന്വേഷിക്കേണ്ടതിന്. അപ്പോൾ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് ചിന്തിച്ച് ദൈവത്തെ തപ്പി നോക്കി. മനുഷ്യൻ തപ്പി നോക്കിയാൽ കിട്ടുന്ന ഒന്നല്ല ദൈവം എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും അവന്റെ അറിവ് കൊണ്ടും അവന്റെ ശാസ്ത്രം കൊണ്ടും ദൈവത്തെ കണ്ടുപിടിക്കുവാൻ കഴിയില്ല. മനുഷ്യൻ അറിയാവുന്ന ശാസ്ത്രം വെച്ച് അവന്റെ ശാസ്ത്രത്തിലോ അവന്റെ പരീക്ഷണശാലകളിലോ ഒന്ന് ഒതുങ്ങി നിൽക്കുന്നവനല്ല സർവശക്തനായ ദൈവം. അപ്പോൾ ദൈവത്തെ നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ, വളരെ വ്യക്തമാക്കി ദൈവത്തെക്കുറിച്ചുള്ള ബോധം, അറിവ് നമുക്ക് നൽകുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, മത്തായി 7:7, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും. അന്വേഷിപ്പിൻ, കണ്ടെത്തും, അതെല്ലാം അതിനകത്തുണ്ട്. എന്ത് അന്വേഷിച്ചാലും നമുക്ക് കണ്ടെത്താൻ കഴിയും. പക്ഷെ അന്വേഷിക്കുന്ന രീതി, അന്വേഷിക്കുന്ന നമ്മൾ ഏത് വിധത്തിലാണ് അന്വേഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിയായിരിക്കും, അല്ലെ അതിൽ ആശ്രയിച്ചായിരിക്കും നമ്മൾ കണ്ടെത്തുവാൻ പോകുന്നത്. നമ്മുടെ മാനുഷിക ബുദ്ധി കൊണ്ടും സ്വന്തം വിവേകം കൊണ്ടും നമുക്ക് ദൈവത്തെ, അതായത് നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട്, നമ്മുടെ പാരമ്പര്യം കൊണ്ട്, നമ്മുടെ സൗന്ദര്യം കൊണ്ട്, നമ്മുടെ ഏതെങ്കിലും മികവ് കൊണ്ട് കണ്ടുപിടിക്കുവാൻ കഴിയുന്ന ഒന്നല്ല വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവം. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അന്വേഷിപ്പിൻ, കണ്ടെത്തും എന്ന് പറയുമ്പോൾ അന്വേഷിക്കേണ്ട വിധത്തിൽ വേണം നമ്മൾ അന്വേഷിക്കാൻ. അതെങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്?
അത് തിരുവചനത്തിലൂടെ തന്നെയാണ് നാം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. യെശയ്യാവ് 34:16 നമ്മൾ വായിക്കുമ്പോൾ, യെശയ്യാവ് 34:16, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ, അവയിലൊന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവനെ കൂട്ടിവരുത്തിയത്. അപ്പോൾ ദൈവത്തിന്റെ പുസ്തകത്തിൽ, വചനത്തിൽ, ബൈബിളിൽ നമ്മൾ ദൈവത്തെ അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ ബൈബിളിൽ നമുക്കറിയാൻ പാടില്ലാത്ത ഒരു ഭാഗം, അതിന്റെ വിശദീകരണം നമുക്ക് ആവശ്യമെങ്കിൽ മറ്റൊരു ഭാഗത്ത് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് കണ്ടെത്തുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ഡ്യൂട്ടിയാണ്. അങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ബൈബിൾ പഠിപ്പിക്കുന്ന ദൈവത്തെ കണ്ടെത്തുവാൻ ബൈബിളിന്, തിരുവചനത്തിന് വെളിയിൽ നമ്മൾ അന്വേഷിച്ചാൽ, അതാണ് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞത്, നമ്മുടെ പരീക്ഷണ ശാലകളിലോ നമ്മളുടെ മനോബോധത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ചില ആശയങ്ങൾ കൊണ്ട് ദൈവം ഉണ്ട് എന്ന് നിരൂപിച്ചാൽ, നമ്മുടെ നിരൂപണങ്ങളിലും നമ്മുടെ ചിന്തകളിലുമൊന്നും ഒതുങ്ങി നിൽക്കുന്നവനല്ല ദൈവം. അപ്പോൾ കണ്ടെത്തുവാൻ നമ്മൾ ദൈവവചനത്തിൽ തന്നെ നാം ആശ്രയിക്കണം. അതുതന്നെയല്ല വിശുദ്ധ ബൈബിൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തിരുവചനം ഒരിക്കലും ദൈവത്തിന്റെ ആസ്തിക്യം തെളിയിക്കാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ആസ്തിക്യം എന്ന് പറഞ്ഞാൽ എന്താ? ആസ്തികന്റെ ഭാവം, അല്ലെങ്കിൽ ഈശ്വരൻ ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ഇതൊന്നും ബൈബിൾ നടത്തിയിട്ടില്ല. ദൈവമുണ്ട്, ഇന്നിന്ന കാരണങ്ങളാൽ ദൈവമുണ്ട്, അതുകൊണ്ട് ആ ദൈവം ആദിയിൽ ആകാശഭൂമിയെ സൃഷ്ടിച്ചു എന്ന് അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവത്തെ കണ്ടുപിടിക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവമുണ്ടെന്ന് തെളിയിക്കുവാൻ വേണ്ടി ദൈവം യാതൊരു വിധത്തിലുമുള്ള സന്ദേശവും നമുക്ക് നൽകുന്നില്ല. അപ്പോ ദൈവത്തിന്റെ ആസ്തിക്യത്തെ ഒരിക്കലും തെളിയിക്കുവാൻ ദൈവം ശ്രമിക്കുന്നില്ല. ദൈവവചനം ആരംഭിക്കുന്നത് തന്നെ എങ്ങനെയാ? ഉൽപ്പത്തി 1:1, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പം ദൈവമുണ്ടെന്ന് തെളിയിച്ചതിന് ശേഷം ദൈവം ഇന്നിന്ന കാര്യങ്ങൾ ചെയ്തു എന്നല്ല. അതുകൊണ്ട് ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ദൈവത്തിന്റെ മറ്റു പ്രവൃത്തികളെ കുറിച്ച് വിശദീകരിക്കുന്നത്. കാരണം ദൈവത്തെ അന്വേഷിക്കുവാൻ ദൈവം ഉണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കാം, അങ്ങനെ എനിക്ക് തെളിവ് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടുപിടുത്തത്തിന്റെ, മാനുഷികമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെ പിന്നാലെ പോയാൽ ഒരിക്കലും ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയില്ല. എന്നാൽ എബ്രായ ലേഖനം 11:6 വായിക്കുമ്പോൾ, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. അപ്പം ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ അതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അവനുള്ള യോഗ്യത വിശ്വാസമാണ്. വിശ്വാസമില്ലാത്തവൻ ദൈവത്തിന്റെ അടുക്കൽ വന്ന് ദൈവം ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ അവന് ദൈവത്തെ കണ്ടെത്താനായിട്ട് കഴിയില്ല. വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും കഴിയില്ല. അതാണ് ബൈബിളിന്റെ സത്യം നമ്മെ പഠിപ്പിക്കുന്നത്. എബ്രായർ 11:1 വായിക്കുമ്പോൾ, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അപ്പം ദൈവത്തെ അന്വേഷിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം എനിക്കും നിങ്ങൾക്കും, എന്നിലും നിങ്ങളിലും ഉണ്ടാകേണ്ട ഒന്നാണ് വിശ്വാസം. ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? പിന്നെ പറയുക, വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? POC ബൈബിൾ അത് പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന്
ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. അപ്പോൾ വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ഇവയാലല്ലോ പൂർവികന്മാര് നമുക്കറിയാം ദൈവത്തിന്റെ അംഗീകാരം പ്രാപിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പം ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. വിശ്വാസത്താലാണ് നാം ദൈവത്തെ ആദ്യമായി അറിയേണ്ടത്. അങ്ങനെയാണ് പൂർവികന്മാര്, വിശുദ്ധന്മാര് ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള ബോധം അവരുടെ മനോമുഖരത്തിൽ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. എബ്രയർ 11:3 വായിക്കുമ്പോൾ, ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്നു നാം വിശ്വാസത്താൽ അറിയുന്നു. എത്ര മനോഹരമായൊരു വാക്കായല്ലേ. ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. എന്താ ഇതിന്റെ അർത്ഥം? ഈ നമ്മുടെ കണ്ണിന്റെ മുൻപിൽ കാണുന്ന ഈ ലോകമെല്ലാം, ഈ ചരാചരങ്ങളെല്ലാം, നമുക്ക് ദൃശ്യഭവിക്കുന്ന ഈ കാഴ്ചകളെല്ലാം ഒരു കാണുന്ന ഒന്നിൽ നിന്നല്ല ഉണ്ടായിട്ടുള്ളത്, കാണപ്പെടുന്ന ഒന്നിൽ നിന്നല്ല. എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. ഇതിന്റെ എല്ലാം കാരണം ദൃശ്യമായ അല്ലെങ്കിൽ കാണുന്ന ഒന്നിൽ നിന്നല്ല. ഇന്ന് കാണുന്ന ഈ ലോകം, ചരാചരങ്ങൾ, നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, ആകാശഗംഗയിൽ കാണുന്ന കോടാനുകോടി നക്ഷത്രങ്ങൾ, അതുപോലെ ഭൂമിയിൽ കാണുന്ന എല്ലാ ഉണ്ടായത് കാണപ്പെടാത്ത ഒന്നിൽ നിന്നാണ്. ദൈവത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യമായി ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ അതൊക്കെ. കാണപ്പെടാത്ത ഒന്നിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാരണം കാണപ്പെടാത്ത, ദൃശ്യമല്ലാത്ത ഒന്നിൽ നിന്നാണ്. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ബൈബിൾ വായിക്കുന്നത്. ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. കണ്ടോ? അപ്പൊ ലോകം എങ്ങനെയുണ്ടായി? വചനത്താൽ ഉണ്ടായി. വചനത്താൽ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശബ്ദത്താൽ. ദൃശ്യമായ ഒന്നിൽ നിന്നുള്ള ശബ്ദമല്ല, അദൃശ്യമായ ഒന്നിൽ നിന്നുള്ള ശബ്ദം മുഴങ്ങിയപ്പോൾ, ശബ്ദം പുറപ്പെട്ടപ്പോൾ അദൃശ്യമായ ഒന്നിൽ നിന്ന് ശബ്ദം പുറപ്പെടുവോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപക്ഷെ ചോദിച്ചേക്കാം. ബൈബിൾ അത് പറയുന്നു, നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഹല്ലേലൂയ. വിശ്വാസത്താലാണ് നമ്മൾ അത് അറിയുന്നത്. നമ്മൾ വിശ്വസിക്കുന്നു. കാണാത്ത ഒന്നിൽ നിന്ന് ഒരു ശബ്ദം പുറപ്പെട്ടപ്പോൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോഴാണ് ഇത് സകലതും ഉളവായി വന്നത് എന്ന് നാം എങ്ങനെ അറിയുന്നു? വിശ്വാസത്താൽ അറിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുന്നുവെന്നും അല്ലയോ? വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ഉള്ള നിശ്ചയമാണ്. ആമേൻ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കും എന്നുള്ള ഉറപ്പാണ്. പിന്നെ കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യമാണ്. അതാണ് POC. കാണപ്പെടാത്തവയുണ്ട്
എന്നുള്ള ബോധ്യമാണ്. ഹല്ലേലൂയ. നമ്മൾ കാണുന്നില്ലെങ്കിലും നമുക്കറിയാം ഒന്നുണ്ടെന്നറിയാം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയതിനു ശേഷം ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ വരുത്തും. ഈ ഭൗമമാകുന്ന നമ്മുടെ ഈ ശരീരം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്തൊരു നിത്യഭവനം മീതെ സ്വർഗത്തിലുണ്ടെന്ന് ഞാൻ അറിയുന്നു. എങ്ങനെ അറിയുന്നു? വിശ്വാസത്താൽ അറിയുന്നു. ഒരു ദൈവവൈതലിന്റെ അടിസ്ഥാന ഘടകമാണ് വിശ്വാസം. ഹല്ലേലൂയ. നമുക്ക് മീതെ സ്വർഗത്തിൽ ഒരു സ്വർഗമുണ്ടെന്നും കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു സ്ഥലമുണ്ടെന്നും നാം വിശ്വസിക്കുന്നു. അത് വിശ്വാസത്താലാണ് നമ്മൾ അറിയുന്നത്. നമ്മുടെ ഉള്ളിന്റെ ഉള്ളത് പറയുന്നുണ്ട്. ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ള വലിയ പ്രത്യാശ തളം കെട്ടി നിൽക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മീതെ സ്വർഗത്തിൽ നമുക്കൊരു സ്ഥലമുണ്ട് എന്ന് നമ്മൾ ഊഹിക്കുകയല്ല ചെയ്യുന്നത്. ഊഹാഭോഗത്തിന്റെ പിന്നാലെയല്ല പോകുന്നത്. നമ്മൾ അറിയുന്നു. അതാണ് പൗലോസ് പറയുന്നത്. ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അവനാണ് ഞങ്ങളുടെ ഉപനിധി. അവനാണ് ഞങ്ങളുടെ സമ്പാദ്യം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്ത്യ ജീവിതം വലിയ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ലോകത്തിൽ നമുക്കൊന്നുമില്ല. ലോകത്തിലുള്ള ആഡംബരങ്ങളും ലോകപ്രകാരമുള്ള ജീവിതമൊന്നുമല്ല ക്രിസ്ത്യാനിത്വം എന്നുള്ളത്. നമ്മുടെ അനുഭവത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാൻ മറ്റു ഭക്തന്മാരുടെ, യഥാർത്ഥ ബൈബിൾ പഠിപ്പിക്കുന്ന ഭക്തന്മാരുടെ ജീവിത അനുഭവത്തിൽ നിന്ന് നമുക്കത് ഗ്രഹിക്കുവാൻ ഒരു പ്രയാസമില്ല. അതുകൊണ്ട് ഈ ലോകത്തിന്റെ മോഹങ്ങൾക്കോ ലോകത്തിന്റെ പ്രൗഢിക്കോ ലോകത്തിന്റെ അധികാരത്തിനോ അല്ലെങ്കിൽ ലോകത്തിന്റെ ആഡംബരങ്ങൾക്കോ വേണ്ടി നമ്മൾ യാതൊരു വിധത്തിലും വിയർക്കേണ്ട ഒരു കാര്യമില്ല. ഹല്ലേലൂയ. ക്രിസ്ത്യാനിത്വം എന്താണെന്ന് ക്രിസ്ത്യാനികളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അറിയത്തില്ല. ഓക്കെ, നമ്മുടെ വിഷയം ദൈവം ആരാകുന്നത് എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് അദൃശ്യമായ ഒന്നിൽ നിന്നാണ്. ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നമുക്ക് എബ്രായ ലേഖനം 11:3 നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ദൈവം ആരാകുന്നു? അതിനൊന്നാമത് ഞാൻ എടുക്കുന്ന വാക്യം ഒന്ന് ശ്രദ്ധിച്ചാലും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. യോഹന്നാൻ 4:24. ദൈവം ആത്മാവാകുന്നു. ഗോഡ് ഈസ് എ സ്പിരിറ്റ്. ദൈവം ആത്മാവാകുന്നു. യോഹന്നാൻ 1:18 വായിക്കുമ്പോൾ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അതിന്റെ ബാക്കി ബാലൻസ് ഉണ്ട്. അത് ആ സന്ദർഭത്തിൽ ആ വിഷയം സംസാരിക്കുമ്പോൾ എടുക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ലോകം എങ്ങനെയുണ്ടായി? ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ്. അപ്പൊ ലോകമുണ്ടാകാൻ കാരണം ദൃശ്യമായ ഒന്നിൽ നിന്നല്ല, അദൃശ്യമായ ഒന്നിൽ നിന്നാണ്. എന്നാൽ ശബ്ദമുണ്ടായി, ഉണ്ടാകട്ടെ എന്നുള്ള ഒരു കൽപ്പനയുണ്ടായി. ആ കൽപ്പനയുടെ മുൻപിൽ, നമ്മുടെ കണ്ണിന്റെ മുൻപിൽ ദൃശീഭവിക്കുന്ന സകലതും ഉളവായി വന്നുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം വിശ്വാസത്താൽ അറിയുന്നു. ദൈവം ആത്മാവാണ്. അതാണ് ആത്മാവായ ദൈവത്തിൽ നിന്നാണ് സകലതും ഉളവായത്. ദൈവം ആത്മാവാണ്. ദൈവം ആരാകുന്നു എന്നുള്ള ചോദ്യത്തിന് ഒന്നാമത്തെ മറുപടി അതാണ്. ദൈവം ആത്മാവാണ്. ഹല്ലേലൂയ.
1 തീമോഥെയോസ് 6:16 നമ്മൾ വായിക്കുമ്പോൾ, മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണ് ദൈവം. 1, ദൈവം ആത്മാവാണ്. 2, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിന്നെ മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണ് ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തിൽ നിന്നാണ് സകലതും ഉളവായത്. അതുകൊണ്ടാണ് എബ്രായർ 11:3 പറയുന്നത്, ഈ ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. ലോകം ദൈവത്തിന്റെ വചനത്താൽ, അല്ലെ ലോകം ഇങ്ങനെ ഉളവാകുവാൻ കാരണം വചനം, ശബ്ദം, ലോഗോസ്. വചനം പുറപ്പെട്ടപ്പോൾ എവിടെ നിന്ന് പുറപ്പെട്ടു? ആത്മാവായ ദൈവത്തിൽ നിന്ന് ഉണ്ടാകട്ടെ എന്നുള്ള ശബ്ദത്തിന്റെ മുൻപിൽ സകലതും ഉളവായി വന്നു. വെറുതെ അങ്ങ് പറയുകയല്ല കേട്ടോ, വെറുതെ ശബ്ദിച്ചതല്ല. പ്രത്യേക ഉദ്ദേശത്തോടെ എങ്ങനെയായിരിക്കണം, ഏത് നിലയിൽ ഉണ്ടാകണം, ഏത് നിലയിൽ വരണം, അതെല്ലാം വ്യക്തമായി സർവജ്ഞാനിയായ ദൈവം മനസ്സിലാക്കിക്കൊണ്ട് ഒരു ശബ്ദം, ഒരു വാക്ക് പറയുകയാണ്. അപ്പോഴാണ് എല്ലാത്തിനും ആരംഭം ഉണ്ടായത്. ഭൂമിക്കാണെങ്കിലും സമയത്തിനും എല്ലാം ആരംഭം ഉണ്ടായത് ഈ ശബ്ദം ഉണ്ടായപ്പോഴാണ്. അപ്പം ദൈവത്തിന്റെ വചനത്താലാണ് സൃഷ്ടിക്കപ്പെട്ടത്. അത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താ? അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. ഈ വചനം എന്ന് പറഞ്ഞ ശബ്ദമാണ് കേട്ടോ. അതിൽ ശബ്ദമുണ്ടായിരുന്നു, ശബ്ദം ദൈവത്തോടു കൂടിയായിരുന്നു, ശബ്ദം ദൈവമായിരുന്നു. ശബ്ദവും ദൈവമായിരുന്നു എന്നല്ല, ശബ്ദം ദൈവമായിരുന്നു. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. സകലതും അവൻ മുഖാന്തരം ഉളവായി. ഈ വചനം നിമിത്തമാണ് സകലതും ഉളവായത്. ശബ്ദം നിമിത്തമാണ് സകലതും ഉളവായത്. അത് എവിടുന്ന് ശബ്ദം വന്നു? അദൃശ്യനായ ദൈവത്തിൽ നിന്ന്. ദൈവം അദൃശ്യനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്, അവൻ ആത്മാവാണ്. ആമേൻ. നമ്മൾ ദൈവജനം പഠിക്കേണ്ട വിധത്തിൽ പഠിച്ചു പോയാൽ നമ്മുടെ സംശയങ്ങൾ മുഴുവൻ ദൂരീകരിക്കപ്പെടും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഒരു കാലത്ത് ദൈവത്തെക്കുറിച്ചുള്ള ആദ്യകാലങ്ങളിലൊന്നും നമുക്ക് അധികം ഒന്നും അറിവില്ല. ഇപ്പം വലിയ അറിവുണ്ടെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ആദ്യകാലങ്ങളിലൊക്കെ ഒന്നും അറിയത്തില്ല. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലുമൊക്കെ 1-2 വാക്യങ്ങൾ എടുക്കും എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ദൈവത്തെക്കുറിച്ചുള്ളൊരു ബോധം കർത്താവ് തന്നിട്ടുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് നമ്മൾ പിടിച്ചു നിൽക്കാൻ കാരണം. അല്ലാതെ നമ്മുടെ ജ്ഞാനം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഞാൻ അത്രയും പഠിച്ചു വെച്ചത് കൊണ്ട് ഞാൻ അന്ന് വിശ്വാസത്തിൽ നിലനിന്നു എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. കാരണം പലരുടെയും ചോദ്യങ്ങൾക്ക് മുൻപിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്, മറുപടിയില്ലാതെ പോയിട്ടുണ്ട്. ഞാൻ ദൈവസ്ഥലയിൽ നിലവിളിച്ചിട്ടുണ്ട്, കർത്താവ് എന്താണ് അതിന് മറുപടി? അതിനുവേണ്ടി നാളുകൾ നിലവിളിച്ചതിന് ശേഷം ഏതോ സന്ദർഭങ്ങളിലൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ ആശയങ്ങൾ കർത്താവിന്റെ കൃപയാൽ നമുക്ക് ലഭിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാം വേദപണ്ഡിതന്മാരല്ല, വേദപഠിതാക്കളാണ്. എന്നാണ് പഠിച്ചു തീരുന്നത്? ബൈബിൾ പഠിച്ചൊന്നും ആർക്കും തീർക്കാൻ പറ്റില്ല. ബൈബിൾ പഠിച്ചുകൊണ്ടേയിരിക്കാം, വേദപഠിതാക്കളാണ്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സന്ദർഭങ്ങളിൽ ഞാൻ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങൾ അത് തെറ്റാണ്, ബൈബിൾ പ്രകാരം തെറ്റാണെന്നുള്ള ബോധ്യം വർഷങ്ങൾക്ക് ശേഷം, 10-40 വർഷങ്ങൾക്ക് ശേഷം എനിക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞു. അത് തെറ്റാണ്, ഞാൻ പഠിച്ച ആശയങ്ങൾ അതെല്ലാം തെറ്റായിരുന്നുവെന്ന് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ആ ബോധ്യം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കർത്താവിന്റെ കൃപയാൽ കർത്താവ് അതിന് കൃപ വന്നിട്ടുണ്ട്. അപ്പം ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ നിസ്സാരമല്ല, അത് വലിയ
ദൈവസന്നിധിയിൽ കൂടുതൽ ജാഗരൂകതയോടെ, പ്രാർത്ഥനയോടെ, വിശുദ്ധ ജീവിതത്തോടെ ഒക്കെ പഠിച്ചെങ്കിൽ മാത്രമേ അത് പഠിക്കുവാനും മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും കഴിയും. നമ്മുടെ ഒരു കഴിവും പാണ്ഡിത്യവും നമ്മുടെ ഒരു പാരമ്പര്യമൊന്നും അതിലൊന്നും വലിയ കഥയൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവം ആരാണെന്നുള്ളതിന്റെ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ വിഷയം ദൈവം ആത്മാവാകുന്നു. ഈ ആത്മാവിൽ നിന്നാണ് ഈ ശബ്ദമൊക്കെ ഉണ്ടായത്. ഹല്ലേലൂയ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണ് ദൈവം. മറ്റൊരു സംഗതി, ദൈവം അനാദിയായ അവനാണ്. അനാദിയായവൻ. ദൈവത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ ദൈവം ആദിയാണോ എന്ന് ചോദിച്ചാൽ ബൈബിൾ ആദിയാണെന്ന് പറയുന്നുണ്ട്. അത് ദൈവം യഹോവ എന്നുള്ള വിഷയത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ യഹോവ ആദ്യൻ എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം ദൈവം അനാദിയായവൻ ആകുന്നു. സങ്കീർത്തനം 90-ാം സങ്കീർത്തനം 2-ാം വാക്യം. പർവ്വതങ്ങൾ ഉണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുൻപ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ അനാദിയായും ശാശ്വതമായി ദൈവമാകുന്നു. POC ബൈബിൾ ഇങ്ങനെയാണ്: അനാദി മുതൽ അനന്തത വരെ ദൈവമാകുന്നു. അനാദി മുതൽ അനന്തത വരെ. എന്താണ് അനാദി? അനാദി എന്ന് പറഞ്ഞാൽ ആദിക്ക് മുൻപ്, ആരംഭമില്ലാത്തവൻ. അനാദി മുതൽ അനന്തത വരെ. അനന്തത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവസാനമില്ലാത്തതാണ്. ആദ്യമില്ല, അവസാനമില്ല. ആർക്ക്? ദൈവത്തിന്. ദൈവത്തിനൊരു ആരംഭമില്ല. ദൈവത്തിനൊരു കാരണവുമില്ല. ദൈവത്തിനൊരു കാരണമുണ്ടെങ്കിൽ ആ കാരണമായിരിക്കണമല്ലോ ദൈവത്തെക്കാൾ വലുത്. അപ്പം ദൈവത്തിനൊരു കാരണമില്ല, ദൈവത്തിനൊരു ആരംഭമില്ല, ദൈവത്തിന് അവസാനവുമില്ല. ആദി മുതൽ അനന്തത വരെ അവൻ ദൈവമാകുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമാക്കി നമ്മെ പഠിപ്പിക്കുക. ദൈവം ആത്മാവാണ്. ദൈവം അദൃശ്യനാണ്. അവൻ അനാദിയായവനാണ്. അവൻ അനന്തനാണ്. ഹല്ലേലൂയ. അവസാനമില്ലാത്തവൻ. POC പറയുന്നത് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്ന് പറയുന്നത് POC ഇങ്ങനെയാണ്: അവൻ അനാദി മുതൽ അനന്തത വരെ ദൈവമാകുന്നു. യെശയ്യാവ് 57-ന്റെ 15-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാലും. യെശയ്യാവ് 57:15. ഉന്നതൻ, ഉയർന്നിരിക്കുന്നവൻ, ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനും. ഹല്ലേലൂയ. POC നമ്മൾ കാണുന്ന അത്യുന്നതൻ, മഹത്വപൂർണനായവൻ എന്നാണ്. മഹത്വപൂർണനായവൻ ദൈവം. അവൻ അത്യുന്നതനാണ്. അനന്തതയിൽ വസിക്കുന്നവനാണ്. ഹല്ലേലൂയ. പിന്നെ മറ്റൊരു വാക്യം ഞാൻ ഓർപ്പിക്കാം. ദൈവം അനന്യനാകുന്നു, മാറ്റമില്ലാത്തവനാകുന്നു. യെശയ്യാവ് 43-ന്റെ 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് നമുക്കവിടെ കാണാൻ കഴിയും. അവിടെ ഞാൻ ദൈവം തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ. ഇന്നും ഞാൻ അനന്യൻ, മാറ്റമില്ലാത്തവൻ. ദൈവത്തിന് മാറ്റമില്ല, ദൈവത്തിന് ആരംഭമില്ല, ദൈവത്തിന് അവസാനവുമില്ല, ദൈവത്തിന് മാറ്റമില്ല. ദൈവം അദൃശ്യനാണ്, ദൈവം ആത്മാവാണ്. ഹല്ലേലൂയ. കൂടുതൽ പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല. കുറേശ്ശെ പഠിച്ചു പോകുമ്പോൾ നമ്മൾ ഈ ക്ലാസ് ദൈവം എന്ന് ഇത് തീർക്കാനായിട്ട് കഴിയുന്നുവോ അതിനോടൊപ്പം നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു വലിയ പരിജ്ഞാനം നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും. യാതൊരു സംശയമില്ല. അതിന് വലിയ വിദ്യാഭ്യാസമൊന്നും ആവശ്യമില്ല.
ലളിതമായ ഭാഷയിൽ, മാന്യമായിട്ടുള്ള ഭാഷയിൽ നമ്മൾ പഠിച്ചാൽ, ചിന്തിച്ചാൽ, പ്രാർത്ഥിച്ചാൽ, അന്വേഷിച്ചാൽ, വചനത്തിലൂടെ അന്വേഷിച്ചാൽ നമുക്ക് ദൈവത്തെ കണ്ടെത്തുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ആര് എന്നുള്ളത്, അവൻ ആത്മാവാണ്, അദൃശ്യനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. അതുപോലെ മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവൻ അനാദിയായവനും അനന്തനും എന്ന് പറഞ്ഞാൽ അവൻ ആദിക്ക് മുൻപും അവസാനമില്ലാത്തവനുമാണ്. പിന്നെ അവൻ അനന്യനാകുന്നു. ഇതിന്റെ മറ്റു ഭാഗം വരുമ്പോഴാണ് ഈ അനന്യൻ ആരാണ്, എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മാറ്റമില്ലാത്തവൻ. യെശയ്യാവ് 43:12 യഹോവയുടെ അരുളപ്പാട്. ഞാൻ ദൈവം തന്നെ, ഇന്നും ഞാൻ അനന്യൻ തന്നെ. ഹല്ലേലൂയ. ദൈവം എന്നുള്ളൊരു വിഷയം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ് അതിന്റെ അടുത്ത വാക്യം, അതിനോട് ചേർന്നുള്ള ധാരാളം വാക്യങ്ങൾ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ഒക്കെയുണ്ട്. അതൊക്കെ എടുക്കാത്തതിന്റെ കാരണം ആ സന്ദർഭങ്ങളിൽ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് അത് വിശദീകരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. യെശയ്യാവ് 43:10 വായിക്കുമ്പോൾ, നിങ്ങൾ അറിഞ്ഞെന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ സാക്ഷികളുമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നു എന്ന് പറയുവാൻ ഒരുവന് മാത്രമേ അധികാരമുള്ളൂ, ദൈവത്തിന് മാത്രമേ ഉള്ളൂ. നീ ആരാണെന്ന് ചോദിച്ചാൽ ഞാനാകുന്നു എന്ന് പറയുവാൻ അധികാരം ദൈവത്തിന്, ഏക ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദൈവം ആരാകുന്നു? ദൈവം ആത്മാവാകുന്നു. ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണുവാൻ കഴിയുന്നില്ല. അവൻ അദൃശ്യനാണ്. അവൻ അനാദിയാണ്. അതുപോലെ തന്നെ അവൻ അന്ത്യമില്ലാത്തവൻ, അനന്തനാണ്. അവൻ അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ അറിവ് നിങ്ങളുടെ മനസ്സിൽ, ഇത് കേൾക്കുന്നവരുടെ മനസ്സിൽ ഇരിക്കട്ടെ. തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കൂടുതൽ വെളിച്ചത്തിലേക്ക് നമ്മളെ കർത്താവ് വഴി നടത്തും. കൂടുതൽ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് പരിശുദ്ധാത്മാവ് നൽകിത്തരും. അതിനാവശ്യം പ്രാർത്ഥനയും വിശുദ്ധ ജീവിതവും ദൈവത്തെക്കുറിച്ചുള്ള അറിയുവാനുള്ള ഒരു വലിയ ആഗ്രഹവും ഒരു ആവേശവുമാണ്. ഒരു എരിവ് നമുക്കുണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കും, വൻകാര്യങ്ങൾ പഠിപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ വൻകാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും ഇടയായിത്തീരും. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും. നാം ദൈവത്തെ മറക്കാത്തവരായി ജീവിപ്പാൻ കർത്താവ് കൃപ തരും. ദൈവത്തെ അനുസരിപ്പാനുള്ള യഥാർത്ഥ ബോധം സ്വർഗത്തിലെ കർത്താവ് നമ്മളിലേക്ക് തരും. നമ്മൾ ഒരിക്കലും ദൈവത്തെയോ ദൈവത്തിന്റെ നാമത്തെയോ അവന്റെ പ്രവൃത്തികളെയോ ദൈവമക്കളെയോ നമ്മൾ നിന്ദിക്കുകയില്ല. കാരണം ദൈവികമായിട്ടുള്ള വലിയ കാഴ്ചപ്പാടുകൾ പ്രാപിച്ച്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് പരിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവം നമ്മളെ കൂടുതലായി ശക്തീകരിച്ചുകൊണ്ടേയിരിക്കും. വരും ദിവസങ്ങളിൽ തുടർന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കർത്താവ് കൂടുതൽ കൃപ ചെയ്യട്ടെ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.